ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സെപ്റ്റംബർ 4 പോപ്പ് ബോണിഫസ് ഒന്നാമൻ മാർപ്പാപ്പ. 350 റോമായിലാണ് അദ്ദേഹം ജനിച്ചത്. ക്രിസ്തുവർഷം 350. ഒരു വൈദികൻ്റെ മകനായിരുന്നു. യൊക്കുന്തുസ് എന്നാണ് വൈദികൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു. അദ്ദേഹത്തെ വൈദികനായിട്ട്, ഈ ബോണിഫസിനെ വൈദികനായിട്ട് അഭിഷേകം ചെയ്തത് ദമാസുസ് ഒന്നാമൻ മാർപ്പാപ്പയാണെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കോൺസ്റ്റാന്റിനോപ്പിളിലേക്കുള്ള ലെഗേറ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു 405. അന്ന് ഇന്നസെൻ്റ് ഒന്നാമനാണ് മാർപ്പാപ്പ. അപ്പോൾ ഇന്നസെൻ്റ് ഒന്നാമൻ മാർപ്പാപ്പ ഈ ബോണിഫസിനെ കോൺസ്റ്റാന്റിനോപ്പിളിലേക്കുള്ള പേപ്പൽ ഡെലഗേറ്റായിട്ട് വെച്ചിരുന്നു. അന്ന് പൗരസ്ത്യ പാശ്ചാത്യ സഭകൾ തമ്മിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു പേപ്പൽ ഡെലഗേറ്റ് പോകുക. പക്ഷേ ഈ പേപ്പൽ ഡെലഗേറ്റ് എന്ന നിലയ്ക്ക് ബോണിഫസ് പൗരസ്ത്യ സഭകളുടെ പ്രാധാന്യം കുറയ്ക്കാനാണ് ശ്രമിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരല്പം നല്ലതല്ലാത്തൊരു റിമാർക്കാണ്. എന്നാൽ പാശ്ചാത്യ സഭയുടെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം ചെയ്തത് വലിയ കാര്യമാണ് താനും. അപ്പോൾ നമ്മൾ എവിടെ നിന്നുകൊണ്ട് വീക്ഷിക്കുന്നതിനനുസരിച്ചിരിക്കും. പിന്നെ അന്നത്തെ ചരിത്ര സാഹചര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ അറിയില്ല. അതുകൊണ്ട് എന്താണ് അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് കൃത്യമായിട്ട് നിഗമനത്തിലെത്താനും കഴിയില്ല. ഞാനൊരു ഏകദേശ ഊഹം പറഞ്ഞതാണ്. സഭയുടെ 42ാമത്തെ മാർപ്പാപ്പയായിട്ട് 418 തിരഞ്ഞെടുക്കപ്പെട്ടു. 418. പക്ഷേ ഒരു ചെറിയ മൈനോറിറ്റി ക്ലർജി വേറൊരാളെ, യൂലാലിയൂസ് എന്ന് പറയുന്ന ഒരാളെ മാർപ്പാപ്പയായിട്ട്, ആൻറ്റി മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുത്തു. അങ്ങനെ അത് ചെറിയ സംഘർഷത്തിന് ഇടയായി. അപ്പോൾ ചക്രവർത്തി എംപറർ ഒണോരിയസ് 2 മാർപ്പാപ്പമാരെ നാട് കടത്തി. ഈ നാട് കടത്തപ്പെട്ട കൽപ്പന ലംഘിച്ചുകൊണ്ട് ഈ യുലാലിയൂസ് തിരിച്ച് റോമയിലേക്ക് വന്നു. അപ്പോൾ അത് വലിയ അക്രമത്തിന് കാരണമായി. അപ്പോൾ അദ്ദേഹത്തെ പിന്നെ പിടിച്ച് ജയിലിലിട്ടു. മാത്രമല്ല ചക്രവർത്തി എംപറർ ഒണോരിയസ് ഈ ബോണിഫസ് ഒന്നാമനെ ശരിക്കുള്ള മാർപ്പാപ്പയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ശരിക്കുള്ള മാർപ്പാപ്പ തന്നെയായിരുന്നു പ്രഖ്യാപനം നടത്തുന്നത് ചക്രവർത്തി. ഒരു ചെറിയ മൈനോറിറ്റി ക്ലർജി മാർപ്പാപ്പയ്ക്കെതിരെ തിരിഞ്ഞതിൻ്റെ കഥയാണ് ഞാനീ പറഞ്ഞത്, യുലാലിയൂസ് നേതൃത്വത്തിൽ. നമുക്കിപ്പോൾ ഒരു ചെറിയൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലെ ഒരു ചെറിയ ഗണം വൈദികരുടെ നേതൃത്വത്തിൽ മാർപ്പാപ്പയ്ക്കെതിരെ ഞങ്ങൾ തന്നെയാണ് മാർപ്പാപ്പ, വേറെ മാർപ്പാപ്പ വേണ്ട, കത്തോലിക്ക സഭയ്ക്ക് മാർപ്പാപ്പ വേണ്ട, ഞങ്ങളുടെ വിമത വൈദികർ ഒരാളെ മാർപ്പാപ്പയായി മതി, ഞങ്ങൾക്ക് അവരെ അനുസരിച്ചാൽ മതി, അവരിൽ തന്നെ മാർപ്പാപ്പയ്ക്ക് മുകളിലൊരു മാർപ്പാപ്പ അൽമായനും പ്രതിഷ്ഠിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ സാഹചര്യങ്ങൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പേടിക്കൊന്നും വേണ്ടതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ വിമതരെല്ലാവരും തകർന്ന തരിപ്പണമായി, അവരുടെ ഗുണ്ടകളും ഒക്കെ തകർന്ന തരിപ്പണമായി പോകും. പക്ഷേ കുറച്ച് നമുക്ക് കുറച്ച് ക്ഷമ വേണം, നമുക്ക് കുറച്ചുകൂടി പ്രാർത്ഥനാനുഭവം വേണം, കുറച്ചുകൂടി നമ്മൾ മുട്ടുമെന്ന് പ്രാർത്ഥിക്കണം. ഒന്നുകിൽ അവരെ മാനസാന്തരം, അല്ലെങ്കിൽ അവരെ പുറത്താക്കൽ. അങ്ങനെ കർത്താവിൻ്റെ സഭ വിജയം വരിക്കണം. അതിന് ചങ്കൂറ്റമുള്ള നേതൃത്വം വരാൻ അവർക്ക് വേണ്ടിയും നേതൃത്വത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതൊക്കെ പ്രധാനപ്പെട്ട സംഗതികളാണ്. ഫലമില്ല എന്ന് വിചാരിക്കരുത്, ഫലമുണ്ട്. ഇതുപോലത്തെ എന്തുമാത്രം കാര്യങ്ങളോട് സഭ കടന്നു പോകുന്നു. എന്നിട്ട് അതിൽ നിന്നും എത്രയോ വലുതായി സഭ. അതിനാൽ നമ്മൾ ഈ തെറ്റായ ചിന്തകൾ മാത്രം, നിഷേധാത്മ ചിന്തകൾ മാത്രം അടിച്ചേൽപ്പിക്കാതെ അല്ലെങ്കിൽ ചിന്തിക്കാതെ പ്രത്യാശാപൂരിതമായിട്ട് നിൽക്കണം. നമ്മൾ പ്രത്യാശപൂരിതം നമ്മൾ നിൽക്കണം. കാരണം നമ്മൾ വിശ്വസിക്കുന്ന കർത്താവാണ്. മരിച്ചവൻ ഉത്ഥാനം ചെയ്ത കർത്താവാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആത്യന്തിക വിജയം അവൻ്റേതാണ്. ഈ തിന്മ ചെയ്തവർ വിജയിച്ചിരിക്കും തോന്നുന്നു, അല്ലെങ്കിൽ വിജയിച്ച് നിൽക്കുന്നു, സമവായം ചെയ്ത് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നത് അവർ പ്രഖ്യാപിക്കുന്നു. അതൊക്കെ അവർ പ്രഖ്യാപിച്ചോട്ടെ. ആ പ്രഖ്യാപനം ഒക്കെ അവരുടെ പ്രഖ്യാപനങ്ങളല്ലേ, അതൊന്നല്ല ദൈവത്തിൻ്റെ പ്രഖ്യാപനം. അതുകൊണ്ട് ഈ വിശുദ്ധരെ ഓർക്കുമ്പോൾ, ഈ വിശുദ്ധരെ ചരിത്രം ഓർക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചരിത്രത്തിലും പ്രത്യാശ നിൽക്കാനുള്ള ചില രശ്മികളുണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ പെലാജിയനിസം എന്ന് പറയുന്ന പാഷാണ്ഡത അങ്ങേറ്റം എതിർത്തിരുന്ന ആളാണ് വിശുദ്ധർ. ഞാനത് വീണ്ടും പറയുകയാണ്. പാഷാണ്ഡത, ശീഷ്മ തുടങ്ങി എതിർക്കേണ്ടതും വിശുദ്ധരുടെ ചുമതലയാണ്, ക്രിസ്ത്യാനിയുടെ ചുമതലയാണ്. ഈ നമ്മളൊരു പയറ്റിസ്റ്റിക് സ്പിരിച്വാലിറ്റിയാണ് പലരും വിചാരിക്കുന്നത്. ക്ഷമിക്കുക പൊറുക്കുക. അങ്ങനെയാണോ? തെറ്റായ സിദ്ധാന്തം പഠിപ്പിക്കുന്നത് ക്ഷമിക്കലും പൊറുക്കലുമാണോ? 7 പ്രാവശ്യം ക്ഷമിക്കാൻ പറഞ്ഞത് ഈ ക്ഷമയാണോ? വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ ക്ഷമിക്കുന്നതല്ലേ അത് പറയുന്നത്, അല്ലാതെ പാഷാണ്ഡത പഠിപ്പിക്കുന്നതിന് മുഴുവൻ ക്ഷമിക്കുകയാണോ? പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നു, ക്ഷമിക്കാനാണ് പറയണത്. അപ്പോൾ പ്രതിരോധിക്കണ്ടേ? ഒരു രാഷ്ട്രത്തിൽ മുഴുവൻ ആളുകൾ കൊന്നൊടുക്കും എന്ന് വരികയാണെങ്കിൽ യുദ്ധം ചിലപ്പോൾ ന്യായീകരിക്കപ്പെടാവുന്ന കത്തോലിക്ക സഭയുടെ നിലപാട് തന്നെ. അതുപോലെ തന്നെ ഒരാൾ സമൂഹത്തിന് മൊത്തം ഭീഷണിയാണെങ്കിൽ ഈ
100 പേര് കൊല്ലപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരാൾ കൊല്ലപ്പെടുന്നതാണ്. ലെസർ ഈവിൾ. അതിനാൽ ഈ പയറ്റിസ്റ്റിക് സ്പിരിച്വാലിറ്റി അല്ല വിശുദ്ധരുടെ സ്പിരിച്വാലിറ്റി. മറിച്ച് അവർ കർത്താവിൽ അടുത്ത് നിന്നതുകൊണ്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളുകയാണ്. കർത്താവിനെതിരെ വരുന്നവരെ മുഴുവൻ അവർ എതിർക്കും, പാഷാണ്ഡതകളാണെങ്കിലും ചീസ്മയാണെങ്കിലും. അങ്ങനെ പെലാജിയനിസം എന്ന് പറയുന്ന പാഷാണ്ഡതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ആളാണ് ഈ ബോണിഫസ് ഒന്നാമൻ മാർപ്പാപ്പ. അതുകൊണ്ട് തന്നെ ഈ പെലാജിയനിസം എതിർത്തുകൊണ്ടിരുന്ന ആളാണ് വിശുദ്ധ ആഗസ്തീനോസ്. ആഗസ്തീനോസ് അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളും സമർപ്പിച്ചിരിക്കുന്നത് ഈ ബോണിഫസ് ഒന്നാമൻ മാർപ്പാപ്പയ്ക്കാണ്. അപ്പോൾ ഈ വിശുദ്ധരുടെ കഥകൾ ഓർക്കുമ്പോൾ നമുക്ക് ഓർക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് വിശുദ്ധരുടെ മാതൃക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയും ജപവും ഉപവാസം മാത്രമല്ല വിശുദ്ധി. പാഷാണ്ഡതയെ എതിർക്കുന്നത്, ശക്തിയുക്തം എതിർക്കുന്നത്, ക്രൈസ്തവ വിശ്വാസം സംരക്ഷിക്കുന്നത്, അതെല്ലാം വിശുദ്ധിയുടെ ഭാഗമാണ്. അങ്ങനെയാണ് വിശുദ്ധരാകുന്നത്. കർത്താവിന് വേണ്ടി കർത്താവിന് വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ വിശ്വത്തിനെതിരെ നിൽക്കുന്ന ആരാണെങ്കിലും, പെന്തക്കോസ്തക്കാരോ യഹോവ സാക്ഷികളോ ബോണഗൻ ക്രിസ്ത്യൻസോ ക്രിസ്റ്റഡൽഫിയൻസോ ആരുമാകട്ടെ, അവരും പിന്നെ ഈ എറണാകുളത്തെ വിമതരും ഗുണ്ടകളും എല്ലാവർക്കും എതിരെ നമുക്ക് നിലകൊള്ളണം. അത് അവരോട് വ്യക്തിവൈരാഗ്യം കൊണ്ടല്ല, അവർ കർത്താവിനെതിരായത് കൊണ്ട് അവർ തിരുത്താനും മാനസാന്തരപ്പെടുത്താനും ഇത് രണ്ടും നടന്നില്ലെങ്കിൽ പുറത്താക്കാനും വേണ്ടിയിട്ടാണ്. അതും വിശുദ്ധിയുടെ ഭാഗമാണ്. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ബോണിഫസ് ഒന്നാമനോടൊപ്പം ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന മറ്റ് വിശുദ്ധരെ നമുക്കൊന്ന് കേൾക്കാം. അമ്മിയാനുസ് ദ മാർട്ടർ, കലേത്രിക്കുസ് ഓഫ് ഷാർത്രസ്, കൻഡീഡ ഓഫ് നേപ്പിൾസ്, കൻഡീഡ ഓഫ് ദ എൽഡർ, കാസ്തുസ് ഓഫ് അൻസീറ, ഖാദറിൻ ഓഫ് റക്കോനിഗി, ഫ്രദാൽദോ ഓഫ് മെൻദെ, ഹെർമിയോൻ, ഇദ ഓഫ് ഹെർസ്ഫെൽഡ, ഇംഗാർഡ് ഓഫ് ഷുഹ്ടെല്ല, ജൂലിയൻ ദ മാർട്ടർ, മാഞ്ഞൂസ് ഓഫ് അൻസീറ, മർസുല്ലുസ് ഓഫ് Zavon, Marcellus of Treves, Maria Dina Belanger, Maximus of Anzera, Nessa, Moses the prophet, Niccolo Rusca, Oceanus the martyr, Peter of St. James, Piritheo of Malvezzi, Rebecca of Alexandria, Rudraalda, Rosalia, Rufinus of Anzera, Salvinus of Verdun, Scipion Jerome, Brigay Lamberta, Silvanus of Anzira, Sulpicius of Bayonne, Thamela, Theodore the Martyr, Ultan of Ardbrakan, Victalicus, martyr in the Spanish Civil War, Baltasar Marino Munoz Martinez, Claudio Pedro Gomez Gil, Facundo Fernandez Rodriga, Francisco de Sales Gomez Gilla, Francisco Sandra Ivars, Jose Bleda Grau, Jose Munoz Quero, Jose Pascual Carda Saporta, Jose Vicente Hormechia Apoita, Juan Moreno Uvares, Luis Prado Garcia, Pedro Sanchez Barba, Restituto Santiago Allende, Andimos of Kefalonia, Fiachrach, Giuseppe Toniolo, ജോസഫ് ദ പാട്രിയാർക്ക്, സർബിയില. വിശുദ്ധർ സ്വർഗീയ ലിറ്റർജിയിൽ പങ്കെടുക്കുന്നു. നമ്മൾ അവരോട് ചേർന്ന് ഭൂമിയിലെ ലിറ്റർജിയിൽ പങ്കെടുക്കുന്നു. സ്വർഗീയ ലിറ്റർജിയിൽ ഭൂമിയിലിരുന്നുകൊണ്ട് പങ്കെടുക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി വിശുദ്ധർ ചെയ്ത കാര്യങ്ങളൊക്കെ അവരുടെ ഓർമ്മയ്ക്കായി സുവിശേഷം പ്രഘോഷിക്കുന്ന സ്ഥലത്തെല്ലാം പ്രഘോഷിക്കണമെന്ന് കർത്താവിൻ്റെ കൽപ്പനയുണ്ട്. മർക്കോസ് 14:9. നമ്മളതനുസരിക്കുന്നു. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ പുകച്ചുരുളായി ദൈവിക സിംഹാസനത്തിൽ ഉയരുന്നുവെന്ന് വെളിപാട് പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ പറയുന്നതിനാൽ നമ്മൾ വിശുദ്ധരുടെ പ്രാർത്ഥനകളും സ്വീകരിക്കുന്നു. അങ്ങനെ തിരുവചനങ്ങളുടെ കൂറു പുലർത്തും നമ്മൾ വിശുദ്ധരെ വണങ്ങുകയും കർത്താവിൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നു. ഈ തിരുവചനങ്ങളെല്ലാം അവഗണിക്കുന്നവർ വിശുദ്ധരെ വണങ്ങുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അവരെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ വിശ്വാസത്തിൽ കൂടുതൽ ഉറയ്ക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.